അപ്പോൾ 9 മണിയാകുമ്പോൾ ഈ പ്രസംഗം നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒന്നും മാനം മകൾ ഒന്നും വളരെ പരിചിതമായ ഒരു തിരുവചനത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. പരിചിതരായ എല്ലാ കർത്തദാസന്മാരും ദൈവമക്കളും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുവാൻ തുനിയുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് വീണ്ടും ഇങ്ങനെ കർത്താവിനെ സാക്ഷിപ്പാൻ ഒരവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ക്ഷണിച്ച് പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇന്നലെ രാത്രിയിൽ ഇതിനപ്പുറം പെണ്ണിച്ചായന്റെ ഭവനത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ലഭിച്ചു. വീണ്ടും ഇങ്ങനെ ഒരവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചു. മനുഷ്യർക്ക് നടപ്പേണ്ടത് പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസിച്ച് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഈ മൈക്ക് ആ സഹോദരിക്ക് കൊടുക്കുകയാണ്. വായിക്കാം. ചില സന്ദർഭത്തിലൊക്കെ സഹോദരിമാർ
കൂടെ കിട്ടുന്ന അവസരം അതേ ഉള്ളൂ. പരുവത്തിന് ചിലര് നന്നായിട്ട് വായിക്കും. വളരെ പരിമിതമായ തിരുവചനമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. വേദപുസ്തകം നന്നായി പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, അറിയാവുന്ന പ്രിയപ്പെട്ടവരാ ഈ വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന കർത്തദാസന്മാരും വിശ്വസിച്ച് ദൈവമക്കൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വളരെ ശാന്തമായി ലളിതമായി നമുക്ക് ചിന്തിക്കാം. ഈ സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. പൗലോസ് 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. അതിന് കാരണം 2 സഭയ്ക്ക് 7 ലേഖനം, കൊരിന്ത്യർക്കും തെസ്സലോനിക്കർക്കും. അപ്പോൾ കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. അതില് 1-ാം ലേഖനത്തിൽ നമുക്കറിയാം 16 അധ്യായങ്ങളാണ്. ഇനി ലേഖനം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ദൈവദാസന്മാർക്കറിയാം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളും ഉപദേശങ്ങളാണ്. സുവിശേഷം വെളിയിൽ അറിയിക്കാനുള്ളതാണ്. ആ സുവിശേഷം കേട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം പറയണ്ട, അകത്ത് ഉപദേശമാണ് പറയുന്നത്. ഇപ്പൊ നേരെ തലതിരിഞ്ഞ ഇടപാടുകളാണ് മിക്കടുത്തും. 30 കൊല്ലമായിരിക്കുന്ന അപ്പച്ചനോട് സുവിശേഷം പറയാം, പുള്ളി ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അകത്ത് കർക്കശമായിട്ട് ഉപദേശം പറയാം. റോമാലേഖനം മുതൽ യൂദരുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ കടതീർന്ന ഉപദേശങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, കൊരിന്ത്യ ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം, കൊലോസ്യ ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശം, തെസ്സലോനിക്ക ലേഖനം അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ, തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രത്യാശ പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രമാണങ്ങൾ. ഫിലേമോന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം മുമ്പേ പ്രയോജനമില്ലാത്തവനാ, ഇപ്പൊ പ്രയോജനമുള്ളവനാ. അപ്പോൾ അനേകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം. എബ്രായ ലേഖനത്തിലെ വിശേഷത, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതെന്ന് കരുതി വെച്ചിട്ടുണ്ട്, മുൻകരുതിയിട്ടുണ്ട്. അങ്ങനെ മുൻകരുതല് മനസ്സിലാക്കി ജീവിക്കുന്ന ദൈവമക്കളോട് പ്രത്യാശ പറയുക, ഒരു പുത്രൻ അവകാശത്തിന് ഭൂമിക്കുമായി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ യോഹന്നാൻ 3 ലേഖനത്തിൽ പറയുന്നത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം. ജീവിതത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ യൂദ പറയുക, ഇങ്ങനെയൊക്കെ നിന്നാൽ എങ്ങനെ നീതീകരിക്കപ്പെട്ടും വിശുദ്ധീകരിക്കപ്പെട്ടും സ്വാതന്ത്ര്യമൊക്കെ പ്രാപിച്ചും സന്തോഷത്തോട് സ്ഥാനമാനക്കാർക്കും അവകാശം പ്രാപിച്ചും പ്രമാണത്തിലൊക്കെ നിന്നാൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളുടെ പരമപ്രധാനമായ ഉപദേശ വിഷയങ്ങൾ. എല്ലാ ഭാഗത്തേക്കും പോകണ്ടല്ലോ. നമ്മളെടുത്തത് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം 17 അധ്യായങ്ങളുണ്ട്. ഈ 17 അധ്യായങ്ങളിൽ കൂടി ഓടിച്ചെന്ന് പോയാൽ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പക്ഷം പിടിക്കുന്നു. പക്ഷം ഇപ്പൊ പക്ഷം എന്നല്ല, ഗ്രൂപ്പിസം. ഇപ്പൊ ഗ്രൂപ്പിസം ഒന്നുമല്ല, വേറൊരു പദമാണ് പാനല്. കേട്ടിട്ടില്ലായിരിക്കും. ഈ പാവത്തിന് ഇതൊന്നും അറിയാൻ ഗ്രൂപ്പ് എന്നാണോ പാനൽ എന്നാണോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ എല്ലായിടത്തും പാനല്. അപ്പല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേരളത്തിന്റെ പക്ഷം, ചിലര് ക്രിസ്തുവിന്റെ പക്ഷം. എവിടെ ചെന്നാലും പക്ഷം പിടിക്കുക. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് 2 പേര് കണ്ട് ചോദിക്കുന്നത്, എവിടെ ഞങ്ങള് IPC ഏത് സെന്റർ അടിസ്ഥാനത്തിലാ സ്നേഹം എന്ന്
എന്നുള്ളതൊന്നും അറിയാതെ ചർച്ചോട് എവിടെ ചർച്ചോട് ഏത് ചർച്ചോടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടൊക്കെ IPC-ലുണ്ട്. ഏത് സെന്ററാണ് പേരെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെന്റർ ഏതെന്ന് അറിയാം. അസംബ്ലീസ് ബോർഡിലുമുണ്ട് മേഖല ഏതാണ് അനുവദിക്കുന്നത്. എല്ലായിടത്തും തെറ്റല്ല, എല്ലായിടത്തും പക്ഷം ഗ്രൂപ്പിസം പാനല്. ഒന്നാം അധ്യായത്തിൽ കർക്കശമായി പൗലോസിനെതിരെ പറഞ്ഞു. കുറഞ്ഞ സമയത്ത് പഠിക്കുമ്പോൾ ഇവര് ഒന്നിന് കുറവില്ലാത്തവരാ. ഒരു കൃപാവനത്തിലും 1:4 വായിച്ച് സിസ്റ്ററെ 1:4 നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ചപ്പോൾ സ്തോത്രിക്കുന്നത് ക്രിസ്തുവിന്റെ സാക്ഷ്യങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ വിജയത്താൽ സകല പഠനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവനത്തിലും അവൻ നമ്പർ 1 സഭയാണ്. ഒരു സഭ ഒരു കൃപാവനത്തിലും കുറവില്ലാത്ത സഭ. അന്യഭാഷ, പ്രവചനം, വീര്യപ്രവൃത്തി, രോഗശാന്തി, വെളിപ്പാട് എല്ലാം ഉണ്ട്. കൃപ വരങ്ങൾ ഇങ്ങനെ വരങ്ങളുമൊക്കെയുള്ള ഈ സഭയിൽ പക്ഷം പിടിക്കുന്നു. ഇത് പാടില്ല. അതാണ് 1-ാം അധ്യായത്തിൽ കർക്കശമായി ഉപദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആകയാൽ സകല ദൈവങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഇതിനകത്ത് ഗ്രൂപ്പിസം പാടില്ല, പക്ഷം പിടിക്കരുത്, വേർതിരിക്കാൻ പാടില്ല, തരംതിരിക്കരുത്, താണ്ടിതിരിക്കരുത്. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒന്നാമത്തെ വളരെ കർക്കശമായി അത് വിവരിക്കുന്നത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾക്കറിയാം, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഉപദേശം ഇഷ്ടമല്ല. 2-3 ആൾക്കാരുടെ ഇഷ്ടപ്പെട്ടിട്ട് പ്രാകൃത മനുഷ്യനെ എഴുതിയനെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്കാർക്കും പ്രാകൃത മനുഷ്യനൊന്നും ദൈവാത്മാവിന്റെ ഉപദേശം ഇഷ്ടമല്ല, താല്പര്യമാണ്. സഭകളിലാണെങ്കിലും ശരിക്ക് ഉപദേശം പറയുന്നത് ഇഷ്ടമാണ്. ഏതൊരു ഉപദേശി ആകാശമായ ഉപദേശം പറഞ്ഞാൽ പെട്ടെന്ന് അടിയന്തരക്കാരന്റെ കൂടിയ സ്ഥലം മാറ്റാൻ പരിശ്രമിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഉപദേശിമാർ ഇപ്പം ഇതൊന്നും അധികം പറയാറില്ല. കാരണം നേതാക്കന്മാരെ കണ്ട് ശാസ്ത്രപ്രാസനെ കണ്ട് കാശ് കൊടുത്തില്ല. അല്ലെങ്കിൽ കാശ് കൊടുത്തല്ലെങ്കിൽ ഇവർ ബന്ധമാണെങ്കിൽ നല്ല സഭ കൊടുക്കുള്ളൂ. ഇവരൊക്കെ കണക്കിലാണ്. കുഞ്ഞുകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ജോലി കുട്ടി ഇങ്ങോട്ട് കുട്ടനാട്ടിലെ ബാങ്ക് വിളിച്ച ശൈലികളൊക്കെ അങ്ങനെ വരും. വള്ളം കളിക്ക് തോറ്റ വെള്ളം അങ്ങോട്ട് നോക്കി ജയിച്ച വെള്ളം ഇതുപോലെ ട്രാൻസ്ഫർ. പിടിയുണ്ടെങ്കിൽ, ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓശാന പാടിയാൽ, ശൈല പ്രദർശനം ചെയ്താൽ, ഇടയ്ക്കിടയ്ക്ക് വല്ലതും കൊണ്ട് 2-3 പഴയ ഭാഷയുണ്ട്. ജോർജ് കുട്ടി ഇതൊക്കെ കൊടുത്താൽ ടൗൺ സഭ, ആൾ കൂടുതലുള്ള സഭ, സ്തോത്രം അങ്ങനെയൊക്കെ മേടിച്ച് ലഭിച്ച് വാഴുന്ന, ശുശ്രൂഷിക്കുന്നത് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ വാഴുന്ന കുട്ടി രാജാക്കന്മാർ മിക്ക ഇടങ്ങളിലും ഉണ്ട്. ചെറിയ കുട്ടി രാജാക്കന്മാർ പണ്ടൊക്കെ കേരളത്തിലുള്ള നാഗരാജാക്കന്മാർ. ഇതൊന്നും ദൈവികമല്ല. അപ്പോൾ അങ്ങനെ മേടിച്ച് തോന്നിച്ച് ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഉപദേശം പറയാനൊക്കത്തില്ല. ഉപദേശം തീർന്ന് പറയാനൊക്കത്തില്ല. ഉപദേശം പറഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ നാളുടെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളെ ഒരു കൃപാവനത്തിനും കുറവില്ല, പക്ഷെ നിങ്ങളോട് ഈ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുകയല്ല. 3:1 വായിച്ച സഹോദരി, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരുടെന്നത് പോലെയല്ല, ലൗകികന്മാരുടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് അതുപോലെ എത്രയും സംസാരിക്കാൻ ശ്രമിക്കേ. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവനത്തിന് കുറവില്ല.
എല്ലാ വരങ്ങളും ഉണ്ട്. അന്യഭാഷയും പ്രവചനവും വെളിപ്പാടും ദർശനവും വീര്യപ്രവൃത്തി രോഗശാന്തി വചനത്തിൽ ഭയങ്കര കിട്ടുമോ നല്ല പരിജ്ഞാനവും. നമ്പർ 1 സഭയാ, മുന്തിയ സഭ, ഒന്നാമത്തെ സഭയാണ്. ഈ സഭയോട് പൗലോസ് ഈ പുറമെയല്ല നോക്കിയത്, ആഴമെല്ലാം ഒന്ന് പരിശോധിച്ചു. 2:9 വായിച്ചേ. 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും. എനിക്ക് നിങ്ങൾക്ക് പുറകെ നോക്കി വരെ ഇരുന്ന് അഭിപ്രായം പറയാം. നമ്മൾ പറയില്ലേ, ആ അപ്പച്ചൻ നല്ലൊരു അപ്പച്ചന, ആ അമ്മച്ചൻ നല്ലൊരു അമ്മച്ചി, ആ സഹോദരി നല്ലൊരു സഹോദരൻ കുഴപ്പമില്ല, നല്ലതാണ്. അത് പുറമെ വിലയിരുത്തുക. ആ ക്ലാസ് കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ പുറമെ നോക്കി വരും. പക്ഷേ ആത്മാവാണ് പറയും. ഒരു കൃപാപരത്തിൽ കുറവില്ലാത്ത നമ്പർ 1 സഭ. വചനത്തിൽ നല്ല തിട്ടമാണ്. കുർബാന വായിക്കുമ്പോൾ അറിയാം ഏതൊക്കെ മേഖലയെ കൂടെ ഇവിടെ ഇവിടെ ഒരു സഭയുണ്ട്, പേര് പറയുന്നില്ല. അപ്പൊ ആ സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ വേറെ പറഞ്ഞാ ഭയങ്കര വചനതിട്ടമാണ്. കുറച്ച് സഹോദരിമാര് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, എല്ലാവർക്കും നല്ല തിട്ടമാണ്. പറയുന്നതിന് മുന്നേ വായിക്കും. അവർക്ക് അറിയാം ഇന്ന് നമ്മുടെ കുർബാന വായിക്കുമ്പോഴേ അവരെ പേരിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞു. അടുത്തത് അവർക്കറിയാം. ഞാൻ പറഞ്ഞ നോക്കട്ടെ. ഞാൻ ചെന്ന് പറഞ്ഞതുപോലെ പൂർവാക്യമായിട്ടുള്ള ഇങ്ങനെ ഞാൻ വേറെ ഒറ്റപ്പെടുത്തി പോയി. അത് വളരെ അഭിനന്ദനീയമാണ്. അത്രയ്ക്ക് തിട്ടമാണ്. കൊല്ലി സമക്കാരെ വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. ഇപ്പം നമ്മുടെ ആൾക്കാരും ഉപദേശമാരുടെ സംഗീതം എല്ലാവരും നല്ല മിക്കവരും വചനത്തിൽ തിട്ടമായതുകൊണ്ട് വേറെ പോലും കൊണ്ടുവരുന്നില്ല. ഇതിനൊന്നും ആവശ്യമില്ല. പണ്ട് B.T. ജോസഫ് അവരുടെ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് അതിശോക്തിയൊന്നുമില്ല, മോനെ ബൈബിളെങ്ങാനും കാണാതെ പോകാൻ പേടിക്കേണ്ട, അപ്പച്ചൻ പറഞ്ഞു തരാൻ എഴുതിയെടുത്താൽ മതി. അത് അതിശോക്തിയൊന്നുമല്ല, നല്ല തിട്ടമാണ്. ഈ കൊല്ലു സമക്കാൻ ഇതുപോലെ വചനത്തിൽ നല്ലത് വചനമരിക്കാണ്. അവന് നിങ്ങൾ വിശേഷ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരും. നമ്പർ 1 സഭ. ഇങ്ങനെയുള്ള ഒരു സഭയെ പറ്റി എന്റെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതോടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ. പക്ഷേ ആ സഭയുടെ ആഴം പരിശുദ്ധാത്മാവ് നോക്കി. 2-ാം അധ്യായത്തിൽ ആത്മാവ് ആഴങ്ങൾ അറിയുന്നത് ദൈവത്തിന്റെ ആഴങ്ങൾ വരെ ആത്മാവ് സകലത്തെ ദൈവത്തിന്റെ ആഴമറിയ ആത്മാവ് ഇവരോട് 3-ാം അധ്യായത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് വരവുണ്ട്, കൃപയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെയൊന്നും സംസാരിക്കാൻ പറ്റുന്നത്. അതങ്ങനെ പറയാൻ കാരണം 3:3 വായില് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും നിങ്ങളുടെ ഈർഷ്യയും ഇണക്കവും ഇരിക്കെ 1-ാം അധ്യായത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു കൃപയിലും കുറവില്ല. 2-ലാണ് പറയാ നിങ്ങളുടെ ഈർഷ്യം. അപ്പൊ എല്ലാം ഉണ്ട്, വരങ്ങളുമുണ്ട്, ഈർഷ്യം കിടക്കുമല്ലോ. 3-ാം അധ്യായത്തിൽ കർക്കശമായിട്ട് വലിയ തർജ്ജനം ചെയ്യുക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അറിവ് സ്വീകരിപ്പിക്കുക. ചുമ്മാ വീടും ചുമ്മാ തരുന്ന വീടിന്റെ ആധാരമുണ്ട്. എല്ലാം അറിയാമുള്ളൊരു ചിന്ത. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട, ഞാനെല്ലാം പഠിച്ചിട്ട് ഇരിക്കുക. ഉപദേശമൊക്കെ എനിക്കറിയാം. ഞാൻ ഉന്നത സാറിന്റെ ക്ലാസ്സിൽ കയ്യിലോ അപ്പൊ അങ്ങനെ കിട്ടിക്കൊണ്ട് അടുത്ത ആൾ പറയും ഉന്നത സാറ് പഠിക്കുന്നത് സൈമൺ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നതാണ്. അപ്പൊ വേറെ ആൾക്കാർ ഞങ്ങളുടെ തിയോളജിയുടെ മുഴുവൻ വശവും ചുമ്മാ ചേർക്കുക. എല്ലാം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നമ്പർ 1 അങ്ങനത്തെ ഒരാളുണ്ട്. എല്ലാം തികഞ്ഞു. ഈ ആത്മീയ നിലവുള്ള ആൾക്കാരുണ്ട്.
നമ്മളെ ചില ആൾക്കാർ നമ്മളെ ചിലരെ അംഗീകരിക്കത്തില്ല. ആത്മീയരുടെ തന്നെ കയ്യൊക്കെ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കപ്പെടാത്തവരെ കാണുമ്പോൾ എല്ലാവരും അല്ലെങ്കിലും ബ്രദറെ രക്ഷിക്കപ്പെട്ടതാണോ? ഇല്ല. ഉടനെ ആ മോത പോകുന്നതാണോ? അടുത്തത് അമ്മ സ്നേഹപ്പെട്ടതാണോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തത് അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. അല്ല, ഇത് മാത്രമല്ല, ഇതിലൊക്കെ അപ്പുറം ചില ആൾക്കാര് ഞങ്ങളാണ് ഏറ്റവും തോന്നുന്നത്, മറ്റവരാരും ഒന്നും ഇതിന്റെ ആത്മീയ നിലവാണ് അറിയാവുന്ന ചിന്ത ചുമ്മാ ചിന്തിക്കില്ല. പ്രിയരെ, വെറുതെ ചിന്തിക്കരുത്. ഞാൻ എന്റെ എളിയ അനുഭവം പറയാം. നിങ്ങളുടെ കാര്യത്തിനാന്ന് അറിയത്തില്ല, എങ്കിലും പറയാം. ഈ വേദപുസ്തകം പഠിക്കുന്തോറും ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, നമുക്കൊന്നും അറിയുന്നില്ല. ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ കൂടി വചനം കേൾക്കുമ്പോൾ, ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ, ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എന്റെ അനുഭവം ഒരു കാര്യം കൂടി കിട്ടി, നമുക്കൊന്നും അറിയത്തില്ല. രണ്ടാമത്തെ ഒരു അനുഭവം എന്റെ അനുഭവമാണ്. കർത്താവിനോട് സ്നേഹം കൂടുക. കാരണം ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം ലഭിച്ചല്ലോ. ഈ മാവേലിക്കരയിലെ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും വിദ്യാഗുണന്മാരും കുലീന കുടുംബത്തിൽപ്പെട്ടവരും ലോകപരമായിട്ടൊക്കെ വളരെ വളരെ ഔന്നത്യം പ്രാപിച്ച ധാരാളം ആൾക്കാർക്ക് മനസ്സിലാകാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത ഈ മാർമിക സത്യം സാധനങ്ങളാകുന്ന നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നല്ലോ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അറിവ് ജീവിപ്പിക്കരുത്, നാലാമത്തെ ജീവിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചില മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ മെനക്കെട്ടിരിക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. ഒരു സ്തോത്രം പറയാൻ കൈയടിക്കാൻ ചുമ്മാ ഓരോ കസേരയിൽ നിറച്ച് കൈയടിക്കുക. ഇതിന്റെ സാഹചര്യം ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കുഴപ്പമില്ല. ചിലയിടങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ കമ്പിയെ മുണ്ടിയിരിക്കും പോലെ വെറുതെ മെനക്കിയ കേസ് ഒത്തിരിയുണ്ട്. ഇവരെ സ്തുതിച്ചാണ് നമ്മുടെ നാളെ പറഞ്ഞപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പറഞ്ഞ ഞാൻ ചോദിച്ചാൽ, നേരത്തെ പ്രസംഗിച്ച് ഉപദേശിച്ച് പ്രസംഗിച്ചപ്പോ ഇയാൾ മനോട് മനുതല്ലെന്ന് പറഞ്ഞു. തന്നെ വേണ്ട സൂക്ഷിച്ചോളാം. അല്ല, അമ്മ പറഞ്ഞ ഞങ്ങൾ ഉപദേശമാരി നിൽക്കുന്നുണ്ട്. അവര് എല്ലാവരും ഇങ്ങനെ ഈ നിൽക്കും പോലെ അവര് നിൽക്കത്ത് പിന്നെ അവതരിക്കുകയില്ല. അതൊരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ഇരുന്നോ. ഒരു പകരാണ് ഇവിടുന്ന് ദൈവവചനമാണ്. യോജിച്ച് അതിനെ പ്രതികരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു കാര്യം സമ്മതിക്കണം, നമുക്കൊന്നും അറിയത്തില്ല. യാതൊരു യോഗ്യതയും യാതൊരു വിശേഷതയില്ലാത്ത എന്നെ നിങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്തു. ഈ മഹാകൃപയിൽ കൊണ്ടുവന്ന ഇത് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി ഓരോർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കണം.
മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത് 4-ാം അധ്യായത്തിൽ കടമാനം ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത് പ്രവേശിക്കുന്നു. അതിനെതിരെ കർക്കശമായി തർജ്ജമ ചെയ്യുക 5-ാം അധ്യായം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യവഹാരം കേസ് കോടതി മടക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മാവേലിക്കര കോടതിയോടാണ്. അടുത്ത സഭയ്ക്കകത്തിന് അഭിപ്രായ വ്യത്യാസം വരും, അഭിപ്രായ ഭിന്നതകളുണ്ടായ അതെല്ലാം ഇതിനകത്ത് പരിഹരിക്കണം. വെളിയിൽ കൊണ്ട് കൊടുക്കരുത്. പഞ്ചായത്ത് മെമ്പറെ കണ്ട്, പ്രസിഡന്റിനെയും കണ്ട്, വക്കീലിനെയും കണ്ട്, മനസ്സിലായോ? എംഎൽഎയുടെ പുറകിൽ പോയി ഇഷ്ടപ്പെട്ട് നമുക്ക് ചോദ്യം ചെയ്തു. പക്ഷേ ഇതിനകത്തെ വിഷയം ഇവിടെ നിന്ന് പ്രാപ്തിയുള്ള ദൈവദാസന്മാരുണ്ടല്ലോ, അവരുമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ച് പ്രശ്നം തീരുമ്പോ ഒറ്റ വിഷയമുണ്ട്, ക്ഷമിക്കാൻ മനസ്സുണ്ട്. കൗൺസിലൊന്നും കൂടാത്ത ഒരു കാര്യവും ഇതെല്ലാം തിങ്കളാഴ്ച ചൊവ്വാഴ്ച എല്ലാവരുടെ കുത്തിയിരുന്ന് മണ്ണും കടവും 2.5 മണിക്കൂർ കൊടുക്കാന് ഇതുപോലെ പരിഹരിക്കുമോ, തീരുമോ? തീരാൻ ഒറ്റ മാർഗമുള്ളത് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? പിന്നെ നിയമം അനുസരിച്ച് നമ്മൾക്കെതിരെ ആരെങ്കിലും കോടതി കേസ് കൊടുത്താൽ കോടതി വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് നമ്മളായിട്ട് നടക്കുകയുള്ളൂ. നിന്റെ വ്യവഹാരം നടത്തുന്നത് ദൈവമാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സ്വതന്ത്ര ദൈവമാണ്. തർജ്ജമ ചെയ്യാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുടുംബ പ്രശ്നം, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സമൂഹത്തോട്, സഭയോട്, കുടുംബത്തോടൊക്കെ പെരുമാറാൻ ഇടപെടണം. ഇതെല്ലാം കർക്കശമായ ഉപദേശങ്ങളാണ്. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്നാമോ തിന്നാൻ പാടില്ലയോ തർക്കം നടക്കില്ല. തിന്നാമോ തിന്നാൻ പാടില്ലെന്ന് മറ്റു ജനങ്ങൾ ആഹാരം ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നില്ല. ഇനി അഥവാ തിന്നാനും കുടിച്ചാലും ദൈവത്തിന് ആകും മഹത്വപ്പെടണം. ഇതൊക്കെയാണ് അപ്പം കർക്കശമായ തർക്കം നടക്കില്ല. 8-ാം അധ്യായത്തില് വിഗ്രഹാർപ്പണം. 9-ാം അധ്യായത്തിൽ ഇതെല്ലാം ഉപദേശിച്ച പൗലോസിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് പറയാം പൗലോസാണ്. പൗലോസിനെക്കാളും മുന്നേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അധ്യാപനം രക്ഷിക്കപ്പെട്ടത്. ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഡെമസ്കസിനാണ് ഞങ്ങൾ പണ്ട് പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാൻ പിണങ്ങാൻ ഒരിക്കലുമില്ല. നമ്മൾ ചില സമുദായക്കാർ പാരമ്പര്യം പറയുന്നു, അതിൽ കൂടുതൽ പാരമ്പര്യം നമ്മളല്ലോ പറയുന്നത്. 150 ആയില്ല, എന്നാലും പാരമ്പര്യമായി. മറ്റുള്ളത് 600, 800, 900, 1000 വർഷം, ചില പറയുന്നത് 2000 കഴിഞ്ഞു. അവർക്ക് പിന്നെ കുറച്ചുകൂടെ മര്യാദ ഉണ്ട്. 150 ആകാത്ത ഇവിടുത്തെ ആൾക്കാർ പിന്നെ നമ്മളെ പാരമ്പര്യക്കാർ മിണ്ടുന്നില്ല. നിങ്ങൾ സംസാരിച്ചിട്ടില്ലോട് നമ്മളിൽ എവിടെയാണ് വീട് ഇങ്ങനെ എടുക്കാം. എത്ര നാളായി? ഒരു 30 കൊല്ലമായി. അത്ര ആയോ? എനിക്ക് അത്ര ആയോ? എന്റെ വല്യപ്പനാ തുടങ്ങിയത് പാരമ്പര്യം. എന്റെ വല്യപ്പനാ എന്നാ ജോലി തോന്നുമ്പോഴും മേടി ചാത്താനും മാവേലിക്കര വന്നപ്പോൾ എന്റെ അപ്പച്ചനില്ലയോ അവിടെ കൈ പിടിച്ച് വെറുതെ ദത്തമാനം ചെയ്യും. ഞങ്ങൾ പഴയതാണ്. ആരാ സ്നാനപ്പെടുത്തിയത് എന്നാ പറയുക? അപ്പോ എന്നെ സ്നാനപ്പെടുത്തിയതും ഐപിസിക്കാരങ്ങനെ എന്നെ സ്നാനപ്പെടുത്തിയതും കല്യാണം നടത്തിയതും കൊച്ചിനെ പ്രദർശിച്ചതും സാമപ്പച്ചൻ നല്ല ആശയത്തിലല്ല, പാരമ്പര്യം. ചർച്ചക്കൂടുകാർ വരെ അടുത്തലാണ്. സാഹിത്യം ഞങ്ങളുടെ വീട്ടിൽ വന്നു കിടന്ന കത്തിൽ യാത്ര ചെയ്ത കാണാൻ വേണ്ടി ഇപ്പോഴും ആരുടെ പാരമ്പര്യം? ആരെ ഇവിടെ നിൽക്കണം? പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ്. ഇതൊക്കെ പറയാൻ പൗലോസ് ആരാണ്?
9-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിഗ്രഹാരാധന ഭക്ഷിച്ച് പട്ടുപോയ ലിസ്റ്റും വിഷയവും. അതാണ് മാത്രം 11-ാം അധ്യായത്തിലെ ജ്ഞാനപ്പെട്ട് പറയും 2 കാര്യമാണ് പ്രധാനം. ഒന്ന് ഫാഷൻ. ലോകക്കാർ ഏത് മോഡൽ കാണിക്കുന്നോ അത് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അവര് പ്രാർത്ഥിക്കാതെ ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിച്ചത് അതോ. അവര് പ്രാർത്ഥിക്കാതെ ചെയ്യുന്നു, നമ്മുടെ സമയം വന്ന് പ്രാർത്ഥിച്ച ചെയ്യുന്നു. വ്യത്യാസമൊന്നുമില്ല. അതെ, 11-ാം അധ്യായത്തിലെ 2-ാമത്തെ പ്രധാന വിഷയം തിരുമേശയുടെ ഉപദേശം 11-23 മുതൽ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൃപാവരം നിന്നിട്ടില്ല. നിന്നു പോയെന്നൊക്കെ ചിലര് പറയുന്നു. തർക്കിക്കണ്ട, നിന്നിട്ടില്ലെന്ന് പൗലോസ് പറയുന്നു, ഞാനും പറയുന്നു. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ദൈവത്തിന്റെ മകത്വം. 13-ാം അധ്യായത്തിൽ ഈ വരമൊക്കെ ഉണ്ടെങ്കിലും അതിശ്രേഷ്ഠമായ ഒരു വരമുണ്ട്, സ്നേഹം. എല്ലാം കൊടുക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം വഹിക്കുന്ന ആ ശരിയായ വാസ്തവമായ ദൈവസ്നേഹം അത് നമ്മുടെ അകത്ത് വ്യാപരിക്കണം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങൾ. വരമുണ്ടെങ്കിൽ ചെറുക്കെ വിവരമില്ല. അപ്പൊ അതുകൊണ്ട് വരമല്ല, വിവരം വേണം. അത് വിനിയോഗിക്കേണ്ട വിധങ്ങളുണ്ട്. അതാണ് 14. ഒരു പദം അവിടെ കൊടുത്തത് ഉചിതമായിട്ടും ക്രമമായിട്ടും. അങ്ങനെ ഉചിതമായി ക്രമമായിട്ടും, അതെല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും ചെയ്യണം. 15-ാം അധ്യായത്തിൽ പ്രത്യാശയുടെ അധ്യായമാണ്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർന്നു, ജീവനോടൊരിക്കൽ വിശുദ്ധന്മാരുടെ രൂപാന്തരവും, ആകെ നമ്മുടെ തേജസ്സും, ആകെ തേജസ്സിനെ തേജസ് കിട്ടുന്നതൊക്കെ അടുക്കളക്കായിട്ട് കൊണ്ട് തടികിച്ച് പ്രത്യാശയുടെ കൊടുമുടിയിൽ എത്തിക്കുന്ന അധ്യായമാണ് 15. 16-ാം അധ്യായം എല്ലാവർക്കും അത്ര തൃപ്തിയുള്ളതല്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാട് വരണം, വെറുതെ വരരുത്, ചരതിച്ചു വെച്ചതല്ല. അതെല്ലാം താല്പര്യം. പണ്ടൊക്കെ പഴയ കാലത്ത് ഉപദേശങ്ങൾ ഇങ്ങനെ ശരിക്കും പഠിപ്പിക്കുന്നത് കൊണ്ട് ഞായറാഴ്ച വരുമ്പോ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്നത് ഞാൻ ചില കാര്യം കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് അറിവുള്ളവരുണ്ട്. കണ്ടുപോടി മുട്ട കഴിക്കാൻ സൺഡേ സ്കൂളിൽ വരുന്ന പിള്ളേരുടെയും മുട്ട കൊടുത്തു വിടുവാണ്. അത് പിള്ളേർ നേരത്തെ കൊടുക്കും. പിടിയരി അരി വാങ്ങി എടുക്കുമ്പോ ഒരു പിടി മാറ്റി വെക്കും. അത് ഞായറാഴ്ച പിള്ളേരുടെ ചിലപ്പോൾ പിള്ളേരുടെ കൊടുത്തു വിടും. അത് അവിടെ കൊണ്ടിങ്ങനെ മാറ്റി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലെടുക്കും. തന്നെ കൊടുക്കണം. ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ ദൃഷ്ടാന്തം ഒന്ന് പറയുന്നുണ്ട്. അതുപോലെ നല്ല ഒത്തിരി പേരുണ്ട്. അച്ഛനുണ്ടായിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച ഞാൻ നന്നായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇരുന്നു. ഞായറാഴ്ച എന്നപ്പോൾ ഓടത്തെ പാത്രത്തിൽ ഒരു വലിയ തേക്കുന്നുണ്ട്. സഹായത്തിന് കൊണ്ട് ചെന്നപ്പോൾ ആരോ കൊണ്ട് ഒരു പശുവിനെ രാവിലെ കൂടെ കൊടുക്കട്ടെ, എന്തെങ്കിലും മറ്റാൾക്കാരുണ്ട്. അപ്പം സെക്രട്ടറി കയറി വന്നപ്പോൾ ഈ പശു ഉണ്ടാവും. അപ്പൊ ഭാഷയിൽ ആകടെ അതിനെ പറഞ്ഞു, അച്ചായൻ ദശാംശം കൊണ്ടുവന്നതാണ്. സഭയിലെ ഒരു അച്ചായൻ പുള്ളി രാവിലെ കൊണ്ട് തിരിച്ചു പറഞ്ഞു, ഭാഷ എടുക്കുവോ കറക്കുവോ വിൽക്കുവോ അറക്കുവോ എനിക്ക് തന്നെ ചെയ്യാൻ. ആ പശു പ്രസവിച്ച് 18 ദിവസം കഴിഞ്ഞപ്പോൾ രാവ് വാരിക കൊണ്ടുവന്ന് ഞായറാഴ്ച രാവിലെ നിങ്ങൾ പറയാൻ വട്ടാണ്. കൃഷി കഴിഞ്ഞാല് നെല്ല് കയറ്റി വീട്ടിൽ കൊടുക്കുമ്പോൾ ഒരു വള്ളത്തിനകത്ത് ഒരു വള്ളം നെല്ല് വരുന്നു. ഞാൻ എന്റെ അറിവിൽപ്പെട്ട ഒരാളുടെ കാര്യം പറഞ്ഞത് പോലെ ധാരാളം ദൈവങ്ങളുണ്ട്. അവർക്കാർക്കും ദൈവം ഒരു ദോഷം നൽകിയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം 16-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിശുദ്ധമാണ്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരാം. നമ്മൾ വായിച്ചത് 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. മനുഷ്യർക്ക്
കണക്കില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവവിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും പകലിലും രാവിലും പരീക്ഷകളിൽ വാഴും ഉറങ്ങി പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകളിൽ വാഴും ഉറങ്ങി പരീക്ഷിക്കും. സാത്താൻ ബന്ധുക്കൾ മധ്യജനം. പരീക്ഷിക്കും യോഗം പരീക്ഷിക്കും സാത്താൻ ബന്ധുക്കൾ മധ്യജനം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ശ്രദ്ധിക്കുക, ഈ 10-ാം അധ്യായത്തിൽ പ്രാരംഭവാക്യം മുതൽ നിങ്ങൾക്ക് അറിയാൻ പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ വായിക്കുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിന് സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം ചെന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുകരിച്ച് ആത്മീയ പാനീയത്തിലോ അവർ കുടിച്ചത് ആ ക്രിസ്തുവാണ്. എങ്കിലും അവന് മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തെളിവിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കണം. അത് നിങ്ങൾ അറിയണം. എന്താ പറയണം? എല്ലാവർക്കും ചിന്തിക്കാമല്ലോ. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ പുതിയ ഉപദേശക്കാരുണ്ട്, ദുരുപദേശക്കാരുണ്ട്. അവർ പറയുന്നത് ഈ പണിക നിയമം പ്രസംഗിക്കരുത്, അത് തുടരരുത്, മിണ്ടരുത്, കീറിക്കള, ഒന്നിച്ച് കുത്തിക്കെട്ടിയതായ ഇതൊക്കെ അവർക്ക് അറിയുന്നത്. പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു, നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്, അറിയണം. എന്തോ അറിയണ്ടേ? ഇസ്രായേൽ ചരിത്രം നിങ്ങൾ അറിയണം. ആറാം വാക്യം വായിച്ചാട്ടെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമാക്കി തന്നിരിക്കുന്ന വിഷയമാണ്. ഈ മുമ്പ് പറഞ്ഞ കാര്യമെല്ലാം നമുക്ക് ഇസ്രായേൽ വിശ്രമിക്കുന്ന പുറപ്പെട്ടതും ചെങ്കടൽ കടന്നതും മരുഭൂമിയിൽ പ്രയാണം ചെയ്തതും നിങ്ങൾ അറിയാതിരിക്കരുത്. അവർ പാട്ട് പോകരുത്. എന്നിട്ട് പറഞ്ഞ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്ന ഈ വിഷയം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ വേറൊരു വാക്കുകൊണ്ട് ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ അപകടം ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന്. സഹോദരി 11-ാം വാക്യം വായിച്ചേ. അടുത്ത വാക്യം. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനാണ്. കണ്ടോ? നിങ്ങൾ അറിയാതിരിക്കുന്നത് നിങ്ങളെ അറിയണം. ലോകാവസാനത്തിലേക്ക് വന്നെത്തിയിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഇത് ബുദ്ധി ഉപദേശിക്കും. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം പറഞ്ഞെന്തുവാ? ആയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ വീണവരുടെ കാര്യമാണ് 10-1 മുതൽ നാടോട്ട് പഠിക്കുന്നത്. വീണെന്നല്ല, ഇവരെ തെളിയില്ല. ഇവരെ ഈ ഇഷ്ടപ്പെടാനിയ വരുമ്പം ദൈവം അവനൊക്കെ ചെയ്യും. ഒരു കൂട്ടരെ തെള്ളി കിട്ടുന്നതിന് വെട്ടിയെന്ന ശുക്രനെ
നമ്മൾ പറയാ തങ്കത്തിന് നല്ല ശുക്രദശയാണ് വ്യാഴ് കയറിയതിന്. എന്നൊരാൾ പറഞ്ഞ ആ പാസ്റ്റർക്ക് നല്ല പറഞ്ഞാലും ബുധൻ കയറിയെന്ന പെട്ടുകൊണ്ടങ്ങനെ ശുക്രൻ കിട്ടുന്നില്ല. നിങ്ങൾ ഈ കാര്യം അറിയാതിരിക്കുന്നത് ഇവിടെ വായിക്കുന്നത് ഇവരെ ദൈവം തെളിയിട്ടു, ഇവര് പട്ടുപോയി, ഇവരെ തെളിയിടാൻ ഞാനിത് ശാന്തമായിട്ട് പഠിച്ചപ്പം തെളിയിടാനായിട്ട് 32 കൂട്ട കാര്യവും 32 തെളിയിടാൻ 5 കാര്യം പ്രധാനമായിട്ട്. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 ധനസംഘം, 4 പിതൃവെറുപ്പ്, 5 ദൈവത്തെ പരീക്ഷിക്കുന്നു. ഈ 5 കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം പഠിച്ചാൽ 38 കൂട്ടം കാര്യം കൊണ്ട് തെളിയില്ല. ഈ 5 അവിടെ നിൽക്കട്ടെ, വേറെ 2-3 കൂടെ ചിന്തിച്ചേച്ച് ഇങ്ങോട്ട് വരാം. എന്നാ കുഴപ്പമുണ്ടോ? ഇത് തന്നെ കുഴപ്പമായി. 5 ഇവരെ തെളിയില്ല പട്ടുപോകാൻ കാരണം ഒരു വാക്യം ഒന്ന് വായിച്ചു. 60 വാക്യമാണ് 106 സങ്കീർത്തനം 24. അമ്മ മൊബൈലിൽ വെച്ച് ബൈബിൾ എടുക്കണേ. ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കാം. എന്താ വായിക്കുന്നു 106:24. അവസരം തിരിച്ചു കൊടുക്കും മിക്കവാറും. ഒന്നുകൂടെ വായിക്കും. അവർ മനോഹര ദേശത്ത് നിരസിച്ചു. അപ്പോൾ തെളിയിടാൻ തകർന്നു കളയാൻ ഇടാനുള്ള ഒരു കാരണമാണ് മനോഹര ദേശത്ത് നിരസിച്ചു. ഏതാ മനോഹര ദേശം? കനാന. കനാന്റെ പ്രത്യേകത പുറപ്പാട് 3:7, ആവർത്തനം 11, 12, 106 സങ്കീർത്തനം ഇപ്പം വായിച്ചാൽ 24, 16 സങ്കീർത്തനത്തിന്റെ 13:6, ആവർത്തന പുസ്തകം 8:7 മുതൽ താഴോട്ട് എല്ലാം വായിക്കാൻ നേരമില്ല. ഒരു വാക്യം മയില് ആവർത്തനം 8:7, ബാക്കിയൊക്കെ ചുമ്മാ വീട്ടിൽ പോയി. ആവർത്തനം 8:7 മനോഹര ദേശത്തിന്റെ വിശേഷത. മയില് നല്ലൊരു ദേശത്തേക്കല്ലോ മലയിൽ പുറപ്പെടുന്ന നീരിടക്കുള്ള ഉടമകളുടെ തടാകങ്ങളുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിക്കും അത്തിയും മേഖലമുള്ള ദേശം, ഒളിവൃക്ഷമുള്ള ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് കയ്യും കെട്ടി വായും കൊണ്ട് പ്രകടനം പറപ്പിച്ച് ആളുകളെ ചിരിക്കണമെന്നല്ല, സ്തോത്രം ചെയ്യണമെന്ന് വായിച്ച സഹോദരി കേൾക്കട്ടെ. എന്തായി ഒടുവിൽ വായിച്ചത്? അത് മറന്നു. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യണം. യോഗത്തിന് വന്നിട്ട് ഞാൻ സെൻട്രൽ പാസ്റ്റർ, മെയിൻ പാസ്റ്റർ, കൺവെൻഷൻ പ്രസംഗകനം, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ പ്രസ്ബിറ്ററാണ്, സെക്ഷൻ ചുമതലയുണ്ട്, സെന്ററിന്റെ ഏരിയയുടെ ഉത്തം. ദൈവസന്നിധി വരുമ്പോ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നല്ലതുപോലെ സ്തോത്രം ചെയ്യണം. പാട്ടുകാരെ സ്തോത്രം ചെയ്തോണം. അറിയാം നല്ലതുപോലെ കഴിയോണം. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ശുശ്രൂഷയാണ്. അദ്ദേഹത്തിന് ലഭിക്കാത്ത ശുശ്രൂഷ. ഞാൻ ഇവരെ വഴക്ക് വാങ്ങി കൊട്ടാൻ വരുന്നവളാണ് നിന്റെ പുസ്തകമാണ് അതിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. മണ്ണ് കൊണ്ടുപോകുന്നില്ല. അത് അഭിനന്ദിക്കുന്നു. ഇതൊരു ശുശ്രൂഷയാണ്. ഇതൊരു ശുശ്രൂഷയാണ്. പാടുപാടുന്നത് ഇന്ദ്രാസനാലി ഒരു ശുശ്രൂഷയാണ്. പ്രാർത്ഥന ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് പോലെ മകനീയ ദൈവം നമ്മുടെ മകനെ നടക്കുക. കെട്ടി വരാം ചുട്ടടിപ്പിച്ച വെള്ളം സത്യങ്ങളുടെ 7 നക്ഷത്രം മലയിൽ പിടിച്ച് നടുവിൽ മരുന്ന് വെച്ച് തടവണം. രാത്രിയിൽ
പോലെ കാത്തു കൃപയിൽ കാലം മുഴുവൻ കൈവിടാതെ കൺമണി പോലെ കലങ്ങിയുള്ളൂ തീർത്തേനോ കലങ്ങിയുള്ളൂ തീർത്തേനോ അറിയാതെ ഞാൻ എപ്പോഴും പറയും ഈ കൃപയിൽ വന്നത് ആ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞത് ആ ഭാഗ്യം. പിന്നെ എന്റെ ഭാഷ പറയും ഈ സുവിശേഷം കേട്ടത് ആ ഭാഗ്യം, ഈ സുവിശേഷത്തിന് ചുമട് കൊടുത്തത് ആ ഭാഗ്യം. നമ്മളെ ഉയർത്തിയത് ഈ സുവിശേഷം. ഈ മാർഗം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സുവിശേഷം. ഞാൻ പ്രസംഗിക്കുന്ന ചെറിയ സമയം കിട്ടുമ്പോഴൊക്കെ പറയും സുവിശേഷത്തിന്റെ വിശേഷത. സുവിശേഷത്തിനെ ഉള്ള വിശേഷത എന്തുവാ? സുവിശേഷത്തിന്റെ വിശേഷത മനോഹര ദേശമാണ്, മനോഹരമാണ്, സന്തോഷമാണ്. സുവിശേഷത്തിന്റെ വിശേഷത ഒരു 3 വാക്യം വായിച്ചോട്ടെ, നമുക്ക് ഭാഗത്തോട്ട് വരാം. സുവിശേഷത്തോട് കൂടെ ആകും റോമർ 1:16 പെട്ടെന്ന് വായിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം അതിൽ വായിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് അടുത്തതാണ്. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അതും രക്ഷിക്കാൻ ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. സുവിശേഷം മാത്രമേ രക്ഷിക്കൂ, സുവിശേഷത്താൽ മാത്രമേ രക്ഷപ്പെടൂ. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ നസറേയനാകുന്ന അതാ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വിശേഷത രക്ഷിക്കുന്ന മാർഗം. നിന്റെ കുടുംബപാരമ്പര്യം ഒന്നും നിന്നെ രക്ഷിക്കുകയല്ല, പണമൊന്നും നിന്നെ രക്ഷിക്കത്തില്ല, പ്രതാപമൊന്നും രക്ഷിക്കത്തില്ല. കണ്ടുവച്ച കണക്ക് പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ട് മനുജ നീ ധനമതു നിന്നകത്ത മനുജ നീ ധനമതു നിന്നകത്ത മനുജ നീ ധനമതു നിന്നകത്ത മനുജ. Boarding
നിങ്ങൾ ആത്മാകാരനെയോ കുടുംബമഹിമയോ ശ്രേഷ്ഠതയൊന്നും രക്ഷിക്കത്തില്ല, പണവും രക്ഷിക്കത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം. ആ സുവിശേഷത്തിന്റെ വിശേഷത വിസ്തരിക്കുന്നില്ല. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. രണ്ട്, ഈ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത പറഞ്ഞു ഞാൻ തിരിഞ്ഞോളാം. ഞാൻ തിരിഞ്ഞ പദങ്ങൾ പേടിച്ചു പേടിക്കുന്നത്. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഒരു വാക്യം വായിക്കാമോ? എഫേസ്യ ലേഖനം 6:14. എഫേസ്യർ 6:14. അതുകൊണ്ട വാക്യമാണെങ്കിലും നിങ്ങളുടെ സത്യം കേട്ടിയും ശ്രദ്ധിച്ച് സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനം. ഏത് വ്യക്തിയെങ്കിലും സുവിശേഷം വന്നിട്ടുണ്ടോ അവിടെ സമാധാനം. ഏത് വീട്ടിൽ ഈ സുവിശേഷം എത്തിയിട്ടുണ്ടോ സമാധാനം. ഏത് ദേശത്ത് ഈ സുവിശേഷം ഉയർന്നിട്ടുണ്ടോ സമാധാനം. അതുകൊണ്ട് ദൈവത്തെ അടുത്തത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളത് വെപ്രാളമല്ല, സമാധാനം. ഉയർത്ത കർത്താവ് മുറിയടച്ചിട്ടപ്പോ അവിടെ ചെന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമാധാനം. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, ക്രിസ്തു നമ്മുടെ സമാധാനം. പാടിക്കോട്ടെ പറയുമ്പോ മുഴുവൻ പാടായത് എന്നെ ചോദിക്കുന്നത് പാടിക്കോട്ടെ. മൂന്നാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. പ്രത്യാശ പോയതുപോലെ തിരിച്ചു വരും. വേറെ ആരെയും പറഞ്ഞിട്ടുണ്ടോ പോയതുപോലെ വരാം? പോയത് ഒന്നും പറയാറില്ലേ പോയ. നമ്മൾ ചോദിക്കുക അപ്പച്ചൻ അങ്ങനെ മരിച്ചത്, അപ്പച്ചൻ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാകും. അപ്പച്ചൻ എന്തെങ്കിലും പറഞ്ഞു? അപ്പച്ചനെ അപ്പച്ചൻ എന്തേലും പറഞ്ഞോ? അപ്പച്ചനെ പറയാനാണ് ഇങ്ങനെ
ഇങ്ങനെ അമ്മച്ചൻ പോയി. മൂന്ന് തങ്കമ്മയെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം നോക്കി നിൽക്കും. ഇത് തങ്കമ്മാനോട് ഏതാണ്ട് പറയാതെ തങ്കമ്മയെന്ന് വിടും. ഇങ്ങനെ അപ്പച്ചൻ പോയത്. പക്ഷെ ബാബിക്ക് അടുത്തൊന്നും പറയുന്നില്ല. കർത്താവ് അങ്ങനെയാണോ പോയത്? കർത്താവ് അവൻ സ്വന്തം മുഴുവൻ കാര്യവും പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രസംഗത്ത് പറഞ്ഞു, ക്ലിയറാക്കി പറഞ്ഞേച്ചാ പോയത്. എന്തിനാ വന്നെന്നും എവിടുന്നാ വന്നെന്നും എന്തുവാ ചെയ്യാൻ പോയെന്നും ഇത് കഴിഞ്ഞ എങ്ങോട്ടാ വേണ രമ്യനല്ലേ വായിക്കാവോ? യോഹന്നാൻ 16:28 ആദ്യമായത് നിങ്ങൾ വായിച്ചു. സമയം പോയതുകൊണ്ട് രമ്യ തന്നെ കുഴപ്പമില്ല. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. യേശു ക്ലിയറാക്കി, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു അവിടുന്നാണ് വന്നത്. ലോകത്തിൽ വന്നിരിക്കുന്നു. പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ക്ലിയറായിട്ടാണ് വന്നത്. എവിടെ, എങ്ങോട്ടാ വന്ന്, എന്തിനാ വന്ന്, എങ്ങോട്ടാ? ഇതുപോലെ നേരം പറഞ്ഞു ഉട പോലും അറിയാൻ പറ്റില്ല. നമ്മൾ ചോദിച്ചിട്ട് അച്ചാരി വിടുന്ന യേശു ക്ലിയർ ആക്കി പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രസംഗിച്ച് പറഞ്ഞു വന്നെന്നാ പറഞ്ഞിട്ടില്ല, ജനിച്ചെന്നല്ല പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു. അനിഷ്കാമാനം വാങ്ങു. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോ അങ്ങനെ പറഞ്ഞില്ലേ? അതോ അനിഷ്കാമാനം ഇന്ന് രാത്രി ജനിച്ചു അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ ഇന്ന് രാത്രി ആക്കില്ല. എവിടെയാണ് അത് ഞാൻ കാണിക്കും. വന്നെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ യേശു വന്നു. നേരത്തെ ഉണ്ടായിരുന്നു. അനാദിയായും ശാശ്വതമായും ദൈവം വന്നു. എന്തിനു വന്നു? എല്ലാ വാക്കും പഠിപ്പിക്കാൻ നേരമില്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും എനിക്ക് വായിക്കാൻ നോക്കുന്നില്ല. വായിക്കും. അന്നുമുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. അവരോട് ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാവും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന്. 4 വാക്യം തന്നെ 4 യേശു ക്ലിയറായിട്ടാ കാര്യം പറഞ്ഞു. എന്തിനാ വന്നത്? മരിക്കാൻ വന്നതാണ്. യേശു പറഞ്ഞു മരിക്കാൻ വന്നതാണ്. ഞാൻ നിങ്ങളെല്ലാം ജീവിക്കാൻ വന്നതാണ്. ഇരുമ്പ് കാണുന്ന അറിയാം. അതാ 9 ആൺകളെ നോക്കുന്നത്. കാരണം അങ്ങോട്ട് വന്ന് 2 ചപ്പാത്തി എടുക്കണം. എല്ലാവരും ജീവിക്കാൻ വന്നതാണ്. യേശു മരിക്കാൻ വന്നതാണ്. ഈ വാക്കെല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞു പഠിച്ചേ. 1 അവിടുന്ന് പറഞ്ഞു ഞാൻ മരിക്കാൻ വന്നതാണ്. 2 എവിടെ വെച്ചാ മരിക്കുന്നെന്ന് പറഞ്ഞു. 3 എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു. 4 മരിച്ചു കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യം ഉയർത്തുമെന്നും പറഞ്ഞു.
ഞാൻ 14 പഠിക്കുമ്പോൾ ഉയർത്തങ്ങ് പോകുമെന്ന് പറഞ്ഞു, പോയച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞു, വന്നിച്ച് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ പറഞ്ഞു അവനെ താൻ ഇരിക്കുന്ന പോലെ നമ്മൾ കാണുന്നതാവുകൊണ്ട് അവനോട് ഇതാ പ്രത്യാശ. സുവിശേഷം തരുന്നത് പ്രത്യാശയാണ് എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. വിശുദ്ധന്മാരെ ചേർത്ത് നമ്മളെ വിട്ട് മൺപറഞ്ഞ ദൈവമക്കളുണ്ട്, ഭാര്യ, ഭർത്താവ്, മക്കള്, വേണ്ടപ്പെട്ടവർ. കൊടുത്തനെ മാറ്റപ്പെടുമ്പോൾ അതീവ ദുഃഖമാണ് ഇല്ലേ? എല്ലാവർക്കും കൊണ്ട് ദുഃഖം. ഭാര്യ മാറ്റപ്പെടുമ്പോൾ, ഭർത്താവ് മാറ്റപ്പെടുമ്പോൾ, പിള്ളേർ കടന്നു പോകുമ്പോൾ ദുഃഖം ഉണ്ടാകും. ദുഃഖം വരുമ്പോൾ കരയും. ചില ആൾക്കാർ ബിരുദരാകുക. എന്റെ ഭാര്യ മരിച്ചിട്ട് എന്റെ കണ്ണിൽ നിന്ന് കൂടുതൽ വരപ്പോലൊരു കലനല്ലേ 19 കൂടാതെ രപ്പടയാകുമ്പോൾ ഒരു കണ്ണിന് പോലും വിടാതെ എന്തെങ്കിലും ഒരു കാര്യം എന്തിനും ഓർമ്മ അയ്യോ സംരക്ഷിച്ച് പോറ്റി പുലർത്തിയ ഭർത്താവ് മരിക്കുമ്പോൾ ഒരു കണ്ണീര് വരികയല്ലേ? അങ്ങനെ വരുന്നില്ലെങ്കിൽ നിന്നെ പോലെ ഒരു ഇതാ അവൻ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഒരു ദിവസമെങ്കിലും എന്റെ ഭാഷ ഉപ്പ് കൂട്ടി തിന്നതാണെങ്കിൽ ഈ യേശുവിനെക്കാളും വലിയ വിശുദ്ധരാകണ്ട. തനിക്ക് പ്രിയനായ ലാസർ മരിച്ചപ്പോ യേശുകാരൻ, അത് കൂടുതൽ വേറെ അപ്പീലൊന്നുമില്ല. പിന്നെ കരയുന്നതിന് പ്രമാണമുണ്ട് നമുക്ക്. അത് പൗലോസ് പറഞ്ഞു, പ്രത്യാശയില്ലാത്ത നമുക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം ഉള്ളപ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് ഡെഡ്ബോഡി കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുനീര് വരും. എന്നാലും ശുശ്രൂഷയ്ക്ക് ആശയം വരാതെ അലക്ഷ്യമാക്കാതെ പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടുകയും വാക്യങ്ങൾ വിലാസന്മാർ പറയുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് വാക്യം വന്ന പറയും. എന്നാന്നറിയാമോ? വലിയ പ്രത്യാശയാണ്. പ്രത്യാശയാണ്. ഒരാൾക്കതിന് ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് മരിച്ചു, അവന് 45 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ ഭാര്യ ഞങ്ങൾ കരയ്ക്ക് സത്യങ്ങളുണ്ട്. അങ്ങനെ പാസ് പറഞ്ഞ് കരയാതെ ഞാൻ പറഞ്ഞ താൻ കരയാം ഒരു കാര്യം ഇയാൾക്ക് പറഞ്ഞാൽ മതി കരയാം. കരയട്ടെ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം പല കരയുന്ന നല്ലതാണ്. കരയണം. പ്രത്യാശകൾ നമുക്ക് വായിക്കണം. സുവിശേഷം പ്രത്യാശത്തില്ല. എന്താ നമ്മുടെ പ്രത്യാശ? നമ്മെ വിട്ട് മൺമറഞ്ഞ ഈ അപ്പച്ചൻ അല്ലെ ഈ അമ്മ, ഈ കുഞ്ഞ് അല്ലെ ഈ ഭാര്യ, ഈ ഭർത്താവ് ഒരു പുത്തൻ ശരീരത്തോടെ വരും. അല്ലാതെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കന്നാലിയായിട്ടും ഒന്നും നടക്കില്ല. വരികയില്ല. പട്ടി അപ്പച്ചനാക്കാൻ പോകും. അതൊന്നും അല്ല നമ്മുടെ പ്രത്യാശ. ഞാൻ അടക്കം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പാടത്തിന്റെ കാക്ക വന്നിരുന്നോണ്ട് പറയാൻ പണ്ട് കഥയുമാരെ കറങ്ങിയിരുന്നു. നിങ്ങൾക്കതൊന്നും അറിയുന്നില്ല. എടാ പട്ടിയായിട്ടും വരത്തില്ല, കാക്കയായിട്ടും വരത്തില്ല, കോഴിയായിട്ടും വരികയല്ല, കൊക്കായിട്ടും വരികയില്ല. വരുന്നത് എങ്ങനെയാണല്ലോ? പുത്തൻ ശരീരത്തോടെ. അതാണ് നമ്മൾ സുവിശേഷം പ്രത്യാശ തരുന്നതാ. പക്ഷേ ശബരിമൊന്നും ശരീരത്തിലുള്ളവരെന്നും ചോദിക്കുന്നു, മൂടാ നീ വിളിക്കുന്നതായ കത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിളിക്കുന്നത് ലോകത്തിന്റെയോ മറ്റു പറ്റത്തിന്റെയോ മണികളത് ഓരോന്നിന് ഏകതിന്റെ നീന്തം കൊടുക്കുന്നു. സകലമാംസം ഒരുപോലെ മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ജനങ്ങളുമുണ്ട്. ഭൗമശരീരങ്ങളുടെ വേറെ, സ്വർഗീയ ജനങ്ങളുടെ വേറെ, സൂര്യന്റെ വേറെ, നക്ഷത്രങ്ങളുടെ വേറെ
നക്ഷത്രവും നക്ഷത്രവും തേജസ്സുകൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അതുകൊണ്ട് സഹോദരന്മാരെ, മനസ്സിലൊക്കെ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. ഈ ലോകത്തോട് തത്വത്തെയും ഈ വൃത്തിമായ ധരിക്കുന്നത് ഈ ലോകത്തോട് തത്വത്തെയും ഈ വൃത്തിമായ അവർക്കൊക്കെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ളവൻ ഇതാണ് നമ്മുടെ പ്രത്യാശ. സുവിശേഷം പ്രത്യാശയാണ്. ഇതുപോലെ പ്രത്യാശ ഏത് മാർഗത്തിലുണ്ട്, ഏത് മതിപ്പിലുണ്ട്. മൺമറഞ്ഞവരെല്ലാം ഒരു ദിവസം കാണും ക്രിസ്തുവിൽ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേറിക്കാൻ ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേറിക്കാൻ വേണമെങ്കിൽ മരിച്ചു പോയ വിശ്വസ്തരെ മരിച്ചു പോയ വിശ്വസ്തരെ Money,